ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് 2023 പുറത്തിറങ്ങിയിട്ടുള്ള ഫെയറി ടൈൽ വിഭാഗത്തിൽ പെടുത്താവുന്ന ദ സ്വാൻ ലൈക്ക് എന്ന സിനിമയാണ്. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. സിനിമയുടെ തുടക്കത്തില് ഒരു തടാകമാണ് കാണിക്കുന്നത്. തടാകത്തില് ഒരു അരയന്ന അങ്ങനെ നീന്തി പോകുന്നത് കാണിക്കുന്നുണ്ട്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോനെയാണ് കാണിക്കുന്നത്. അവനൊരു റൂമിൽ ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ റാണിയായിട്ടുള്ള അവന്റെ അമ്മ അങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ട്. കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഒരു യുദ്ധത്തില് ഇവന്റെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു രാജ്യം ഭരിക്കുന്നത് നമ്മുടെ ഹീറോയുടെ അമ്മയാണ്. എത്രയും വേഗം ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതിന് ശേഷം അവന് രാജാവാക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അടുത്ത നാട്ടിലുള്ള രാജകുമാരിമാരുടെ എല്ലാ ഫോട്ടോസ് അവനിപ്പോ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള രാജകുമാരിമാരുടെ ഫോട്ടോസ് സെലക്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. നമുക്ക് അവരെ എല്ലാവരും ഒരു പാർട്ടിക്ക് വിളിക്കാം. എന്നിട്ട് എല്ലാവരും കൂടെ നീ നല്ല രീതിയിൽ ക്ലോസ് ആവാനായിട്ട് ശ്രമിക്കുക. അതിൽ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും ഈ ഒരു രാജ്യത്തിന്റെ അടുത്ത റാണി. അമ്മ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ അവിടുന്ന് പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോയ്ക്ക് ഈ ഒരു കല്യാണ പരിപാടിയിലൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവന് സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അമ്മ അവിടുന്ന് പോയ സമയത്ത് അവിടുന്ന് എണീറ്റിട്ട് ഒരു ബുക്ക് വായിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവൻ മനുഷ്യന്മാർക്ക് പറക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മെഷീൻ ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ബ്ലൂ പ്രിന്റ് ഒക്കെ ഇപ്പൊ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ പുറത്ത് വലിയൊരു പക്ഷി ഇങ്ങനെ പറന്നു പോകുന്നതായിട്ട് ഇവൻ കാണുന്നുണ്ട്. അതൊക്കെ നോക്കിയിട്ട് കുറച്ചു നേരം അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ ഹീറോയ്ക്ക് രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവർ രണ്ടാളും കൂടിയിട്ട് ഇപ്പൊ അങ്ങോട്ടേക്ക് വരികയാണ്. ഹീറോ വരച്ചുകൊണ്ടിരുന്ന ആ ഒരു ബ്ലൂ പ്രിന്റ് ഏത് സ്റ്റേജിലാന്നൊക്കെയുള്ള നോക്കിയതിന് ശേഷം അതിനെ പറ്റിയിട്ട് അവർ ഡിസ്കസ് ചെയ്യാണ്. അപ്പൊ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഫോട്ടോസിലേക്കും ഇവരുടെ ശ്രദ്ധ പോകുന്നുണ്ട്. ഈ ഒരു പെൺകുട്ടി നിനക്ക് മാച്ച് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഫോട്ടോസ് എടുത്തിട്ട് അവന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നാൽ നമ്മുടെ ഹീറോയ്ക്ക് ഇതിലൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നല്ലോ. അവനിപ്പോ പറയാണ്, കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനിവിടെ പെട്ടു. അതിനു മുന്നേ നമുക്കൊരു അടിപൊളി ട്രിപ്പ് പോകണ്ടേ, നല്ലൊരു അഡ്വഞ്ചർ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറഞ്ഞിട്ട് എന്തായി ആ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ വന്നിട്ടുള്ള ഫ്രണ്ട്സ് പറയുന്നുണ്ട് ആ ഒരു കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ. വാ നമുക്ക് പുറത്ത് പോയിരുന്ന് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അവനെ കൂട്ടിയിട്ട് ഇപ്പൊ പുറത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന വഴിക്ക് തന്നെ ഇവരുടെ കിങ്ഡത്തിന്റെ ആ ഒരു മാപ്പ് കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ഏരിയ മുഴുവനും നമ്മുടെ കൺട്രോളിലാണുള്ളത്. എന്നാൽ ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഈ ഒരു കാട് മാത്രം നമ്മുടെ കൺട്രോളിലല്ല ഉള്ളത്. അവിടെ എന്തൊക്കെയോ മന്ത്രവാദിമാരുണ്ട്. അവിടേക്ക് പോകുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആണെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ അഡ്വഞ്ചർ ട്രിപ്പിന് അതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ രാജകുമാരനും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തന്നെ നമ്മൾ പോവാന്ന് പറഞ്ഞിട്ട് അവർ മൂന്നുപേരും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് അവരുടെ യാത്ര തുടങ്ങുകയാണ്. ഇവരങ്ങനെ പോയിട്ട് രാജ്യത്തിന്റെ അതിർത്തിയിൽ എത്തിയിട്ടുണ്ട്. ചെന്ന് നോക്കുന്ന സമയത്ത് കാട്ടിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഒന്ന് രണ്ട് വാണിംഗ് ബോർഡുകൾ അവിടുത്തെ നാട്ടുകാർ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ അതൊക്കെ നോക്കി ചിരിച്ചിട്ട് അവർ മുന്നോട്ടേക്ക് പോവാണ്. എന്നാൽ കാടിന്റെ ഉള്ളിൽ കയറിയ സമയത്താണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം മാറുന്നത്. ഒരുപാട് മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു തിക്ക് ഫോറസ്റ്റ് തന്നെയായിരുന്നു അത്. അതിന്റെ ഉള്ളിലേക്ക് ശരിയായിട്ട് ലൈറ്റ് പോലും വരുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവർക്ക് മൂന്നുപേർക്കും ചെറുതായിട്ടൊരു പേടിയൊക്കെ വരുന്നുണ്ട്. എന്നാലും അവർ മുന്നോട്ടേക്ക് തന്നെ പോവാണ്. കാടിന്റെ നടുക്കായിട്ട് വലിയൊരു തടാകം ഉണ്ടായിരുന്നു. ഇപ്പോ അവർ പോയിട്ട് ആ ഒരു തടാകത്തിൽ എത്തിയിട്ടുണ്ട്. നോക്കുന്ന സമയത്ത് തടാകത്തിലൂടെ ഒരു അരയൻ അങ്ങനെ നീന്തി പോകുന്നുണ്ടായിരുന്നു. അരയണത്തിന് കണ്ടു കഴിഞ്ഞപ്പോ ഫ്രണ്ട്സ് പറയാണ്, ആരാ നമുക്ക് അതിനെ എറിഞ്ഞിരുന്നേ നോക്കാം. അങ്ങനെ ഒരു മത്സരം വയ്ക്കാന്ന് പറഞ്ഞിട്ട് നിലത്ത് കിടക്കുന്നുണ്ടായിരുന്ന ഒന്ന് രണ്ട് കല്ലുകൾ ഇവർ കയ്യിലെടുക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ അരയണം നമ്മുടെ ഹീറോന്റെ നേരെ നോക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു ഡിഫറന്റ് ആയിട്ടുള്ള ഫീൽ വരുന്നുണ്ട്. അവനിപ്പോ കൂട്ടുകാരോട് പറയാണ്, അതിനെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ട് നമുക്ക് അതിനെ കൊല്ലണ്ടെന്ന് പറയാണ്. ഇപ്പൊ ഇവന്റെ ഫ്രണ്ട് ദേഷ്യം പിടിച്ചിട്ട് കല്ലുകൾ കാട്ടിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ കാടിന്റെ ഉള്ളിൽ നിന്നും എന്തോ ഒരു ഭീകരമായിട്ടുള്ള ശബ്ദം കേൾക്കുകയാണ്. ഇത് കേട്ടിട്ട് ഇവർ മൂന്നുപേരും തന്നെ നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. എന്നാൽ അവിടെ നിന്ന് നോക്കിയിട്ട് ആരെയും കാണുന്നുണ്ടായിരുന്നില്ല. രാത്രിയായ സമയത്ത് ഇവർ കൊണ്ടുവന്നിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഓരോരുത്തർ ഓരോ ഭാഗത്തായിട്ട് കിടന്നുറങ്ങുകയാണ്. എന്നാൽ നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ കിടന്നിട്ട് അങ്ങനെ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. നോക്കുമ്പോൾ ഇവർ രാവിലെ കണ്ടിട്ടുള്ള ആ ഒരു അരയൻ കരക്ക് കയറി വരികയാണ്. ഇവിടെ ഇങ്ങനെ ഉറക്കല്ലാതെ കിടന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ അതിന്റെ പുറകെ പോകുന്നുണ്ട്. അരയനാണെന്നുണ്ടെങ്കിൽ കരക്ക് കയറി വന്ന ഉടനെ തന്നെ ഒരു പെൺകുട്ടിയായിട്ട് മാറുകയാണ്. ഹീറോ ഇപ്പോ അവിടെ ഒളിച്ചു നിന്നിട്ട് അവൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. രൂപം മാറിയതിനു ശേഷം അവിടുന്ന് ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഹീറോ ഇപ്പോ അതെല്ലാം നോക്കി നിൽക്കുകയാണ്. ഇവളാണ് നമ്മുടെ ഈ ഒരു കഥയിലെ നായിക. കുറച്ച് സമയത്തിന് ശേഷം അവളിപ്പോ നമ്മുടെ ഹീറോനെ കാണുന്നുണ്ട്. അവനിപ്പം എല്ലാം പുറത്തേക്ക് വരികയാണ്. ആ ഒരു സമയത്ത് നീയല്ലേ എന്നെ കൊല്ലാൻ നോക്കിയത്, ഇപ്പോഴും നീ അതിനായിട്ടാണോ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോ ഇപ്പൊ പറയണേ, അങ്ങനെയൊന്നുമില്ല, ആക്ച്വലി ഞാനാണ് നിന്നെ ആ ഒരു സമയത്ത് രക്ഷിച്ചത്. അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ എങ്ങനെയാണ് രൂപം മാറിയത്? ഒരു മന്ത്രവാദി ശപിച്ചിട്ടാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. ഇവരിങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു ഇടി മുഴങ്ങുന്ന ശബ്ദം കേൾക്കുകയാണ്. ഒരു ബ്ലാക്ക് കളർ ഫോഗ് ഉണ്ടായതിനു ശേഷം ഒരു മന്ത്രവാദി അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. ആക്ച്വലി ഇയാളുടെ കൺട്രോളിലാണ് ഈ ഒരു കാട് മുഴുവനുള്ളത്. ഹീറോയിനിപ്പോ ഹീറോയും കൂട്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ പുറകിലേക്ക് പോയി ഒളിച്ചു നിൽക്കുന്നുണ്ട്. മന്ത്രവാദിയാണെന്നുണ്ടെങ്കിൽ അവിടെ വന്ന് നിന്നതിന് ശേഷം നമ്മുടെ ഹീറോയിനെ അന്വേഷിക്കുകയാണ്. ഇവരിങ്ങനെ ഒളിച്ചു നിൽക്കുന്ന സമയത്ത് ഹീറോയിന്റെ കഴുത്തില് ഒരു പ്രത്യേക തരത്തിലുള്ള പാട് നമ്മുടെ ഹീറോ കാണുന്നുണ്ടായിരുന്നു. അതിപ്പോ എന്താന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. നീ ഇന്ന് കുറച്ചു നേരം മിണ്ടാതെ നിൽക്കുന്നു പറഞ്ഞിട്ട് അവളിപ്പോ മന്ത്രവാദിയുടെ അടുത്തേക്ക് പോവാണ്. എന്റെ ഈ ഒരു കാട്ടിലേക്ക് 3 ആളുകൾ വരുന്നതായിട്ട് എന്റെ മാജിക് ബോളിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവരെവിടേക്കാണ് പോയത്, അവരാരാണെന്നൊക്കെ മന്ത്രവാദി ഇപ്പോ നമ്മുടെ ഹീറോയിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്.
ഞാൻ അങ്ങനെ ആരെയും കണ്ടിട്ടില്ലല്ലോ, ഇവിടേക്ക് ആരും വന്നിട്ടില്ല. ഡാഡ്, നിങ്ങളുടെ മാജിക് ബോളിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും, അതായിരിക്കും നിങ്ങൾ അങ്ങനെയൊക്കെ കണ്ടേന്ന് പറയണ. നീ എന്തിനാ എന്നെ ഡാഡി എന്ന് വിളിക്കുന്നത്? ഞാൻ നിന്റെ അമ്മേനെ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് നീ എങ്ങനെ എന്റെ മോളാവുക? ഇനി മേലാൽ നീ എന്നെ ഡാഡി എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവാണ്. മന്ത്രവാദി പോയ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. ഈ മന്ത്രവാദിയാണോ നിന്റെ അച്ഛൻ? അതൊന്നും നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇവനാണോ നിന്നെ ശപിച്ചത്? എന്തിനാണ് അയാൾ അങ്ങനെ ചെയ്തതെന്ന് ഹീറോ ഇപ്പോൾ ഹീറോയിനോട് ചോദിക്കുന്നുണ്ട്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് മന്ത്രവാദിയുടെ ക്യാസിലാണ് കാണിക്കുന്നത്. മന്ത്രവാദി ഒരു മകളുണ്ടായിരുന്നു, അവളുടെ പേര് ജെസീക്ക എന്നാണ്. ഡാഡി, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങളുടെ മാജിക് ബോളിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്? അതും പറഞ്ഞിട്ട് അവളിപ്പോ അയാളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ട്സിൽ ഒരാൾ എണീക്കുന്നുണ്ട്. നോക്കുമ്പോൾ അവൻ അവിടെ ഒന്നും കാണാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം മുഴുവൻ തെരഞ്ഞു നടക്കുകയാണ്. ചെന്ന് നോക്കുമ്പോൾ ഹീറോയിനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവരെ ശല്യപ്പെടുത്താതെ അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയിന്റെ അമ്മ അവളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം മറ്റൊരാളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അയാളാണ് ഈ ഒരു മന്ത്രവാദി. ഇയാളെ കണ്ട സമയത്ത് തന്നെ അവർക്ക് അയാൾ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതൊരു ട്രൂ ലവ് ആണെന്നൊക്കെ അവളുടെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അയാൾക്ക് അതിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതും പറഞ്ഞിട്ട് ഇവരെപ്പോഴും തല്ലുകൂടാറുണ്ടായിരുന്നു. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം അവളുടെ അമ്മ മരിച്ചു പോവാണ്. ആ ഒരു സമയത്താണ് മന്ത്രവാദി നമ്മുടെ ഹീറോയിനെ ശപിക്കുന്നത്. പകല് മുഴുവനും അരയനായിട്ട് നിന്നതിന് ശേഷം രാത്രികാലങ്ങളിൽ നിനക്ക് മനുഷ്യനായിട്ട് മാറാം. എന്തെങ്കിലും ഒരാൾ നിന്നെ തേടി കണ്ടുപിടിച്ചിട്ട് നിന്നെ ഇഷ്ടപ്പെട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ഈ ഒരു ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അതുവരെ ഇങ്ങനെ തന്നെ ജീവിക്കുന്നതായിരുന്നു ആ ഒരു ശാപം ഉണ്ടായിരുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഹീറോ ഇപ്പൊ ഹീറോയിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഓ, അങ്ങനെയാണോ? നിന്നെ ഒരാൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഈ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്റെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്, ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് അവനിപ്പോ അവളെ പ്രപ്പോസ് ചെയ്യാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹീറോയിൻ ചിരിച്ചിട്ട് പറയാണ്, വെറുതെ ഒരാൾ വന്നിട്ട് പ്രപ്പോസ് ചെയ്തെന്ന് വെച്ചിട്ട് ഈ ഒരു ശാപമൊന്നും മാറാൻ പോകുന്നില്ല. എന്നോട് ട്രൂ ലവ് ഉള്ള ഒരാളായിരിക്കണം എന്നെ പ്രപ്പോസ് ചെയ്യേണ്ടത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ശാപം മാറുള്ളൂ. നിനക്ക് തീർച്ചയായിട്ടും ട്രൂ ലവ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് അവളിപ്പോ പറയാണ്. ഇത് കേട്ട സമയത്ത് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ചെറുതായിട്ടൊന്ന് വിഷമാവുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആയ സമയത്ത് അവൻ അവന്റെ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ അവിടെ എത്തിയിട്ടും അവളെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ അവന് മറക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. തലേ ദിവസം രാത്രി അവൻ ആ ഒരു പെൺകുട്ടിയോട് സംസാരിച്ചിരിക്കുന്നത് ഒരാൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. അവനിപ്പോ അവന്റെ ഫ്രണ്ടിനോടും ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയിനും കൂടിയിട്ട് ഉള്ളിലേക്ക് പോവാണ്. ചെന്ന ഉടനെ തന്നെ അവന്റെ അമ്മ അങ്ങോട്ടേക്ക് വന്നിട്ട് അവന്റെ അടുത്ത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തോന്ന് ചോദിക്കുന്നുണ്ട്. അവനിപ്പോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പട്ടിക്കുട്ടി അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. നിനക്കിതിൽ ആരൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്, നീ സെലക്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് ഇപ്പൊ ഓരോ ഫോട്ടോ എടുത്തിട്ട് ആ ഒരു പട്ടിക്കുട്ടിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് തലയാട്ടുന്ന ഫോട്ടോസ് എല്ലാം ഇവൻ സെലക്ട് ചെയ്ത് മാറ്റി വെക്കും. ആ ഒരു കൂട്ടത്തില് മന്ത്രവാദിയുടെ മകളായിട്ടുള്ള ജെസിക്കയുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു. അവനിപ്പോ റിജക്ട് ചെയ്ത സമയത്ത് തന്നെ അവരുടെ വീട്ടിലുണ്ടായിരുന്ന ആ ഒരു ഫോട്ടോ പൊട്ടിത്തെറിക്കുകയാണ്. ഇപ്പൊ ജെസിക്ക ചാടി എണീറ്റിട്ട് അവളുടെ അച്ഛനോട് പറയുന്നുണ്ട് അവൻ എന്റെ ഫോട്ടോ റിജക്ട് ചെയ്തു എന്നുള്ളത്. ഇപ്പൊ മന്ത്രവാദി പറയാണ്, നീ പേടിക്കണ്ട, നിന്നെ ആയിരിക്കും അവസാനം അവൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. അതിലൂടെ ഈ ഒരു മൊത്തം രാജ്യത്തിന്റെയും കൺട്രോൾ നമ്മുടെ കയ്യിലേക്ക് വരാൻ പോവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജെസിക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോയിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സിലേക്ക് നമ്മുടെ ഹീറോയിനെ പറ്റിയിട്ടുള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രൂ ലവ് എന്താണെന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. ഇവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോ അവർക്കും ഒരുപാട് സന്തോഷമാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ അമ്മ ഇപ്പൊ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം അവൻ കിച്ചണിലേക്ക് പോവാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കുക്കിനോടും ഇവൻ മീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പെൺകുട്ടീനെ പറ്റി പറയാണ്. കുക്കിനെ കൊണ്ട് നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിച്ച് അത് പാക്ക് ചെയ്തിട്ട് അവരിപ്പോ കാട്ടിലേക്ക് പോവാണ്. ഇപ്പൊ ഹീറോയിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവളുടെ കണ്ണ് കെട്ടിയിട്ട് ആ ഒരു കാട്ടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്. ചെന്ന് നോക്കുമ്പോൾ അവൾക്കായിട്ട് അവനൊരു വിരുന്ന് തന്നെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു കേക്കിന്റെ പീസ് എടുത്തിട്ട് അവളുടെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അവളാണെന്നുണ്ടെങ്കിൽ ജനിച്ചതിന് ശേഷം ഇതുപോലുള്ള നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കണ്ണിന്റെ കെട്ടഴിച്ച് നോക്കുന്ന നമ്മുടെ ഹീറോയിൻ നല്ല രീതിയിൽ സർപ്രൈസ്ഡ് ആവുന്നുണ്ട്. നമ്മുടെ ഹീറോ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ഭക്ഷണവും അവൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇവര് തമ്മിൽ ഫ്രണ്ട്സ് ആവാണ്. ഇപ്പൊ മന്ത്രവാദി കാണിക്കുന്നുണ്ട്. അയാൾ നടന്നു വന്നിട്ട് ചുമരിൽ വെച്ചിട്ടുണ്ടായിരുന്ന അയാളുടെ വൈഫിന്റെ കൂടെയുള്ള ഫോട്ടോ നോക്കിയിട്ട് നല്ല രീതിയിൽ ഫീൽ ചെയ്യാണ്. ഇപ്പൊ ഹീറോയിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറോ ഇപ്പൊ പറയാണ്, നാളെ എന്റെ വീട്ടിൽ ഒരു പാർട്ടി നടക്കുന്നുണ്ട്, അവിടെ വെച്ച് ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്യാൻ പോവാണ്, അതുവഴി ചിലപ്പോൾ നിന്റെ ഈ ഒരു ശാപവും മാറിക്കിട്ടും എന്ന് പറഞ്ഞിട്ട് പാർട്ടിയിലേക്കുള്ള ഇൻവിറ്റേഷൻ അവൾക്ക് അവൻ കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട സമയത്ത് തന്നെ അവൾ നല്ല രീതിയിൽ ഷോക്കാവാണ്. നീയാണോ ഈ ഒരു രാജ്യത്തിന്റെ രാജകുമാരൻ? അതൊന്നും നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് ഈ ഒരു ശാപം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് രാത്രി വരാൻ പറ്റുള്ളൂ, അത് ഓക്കെ ആണെന്ന് ചോദിക്കുന്നുണ്ട്. പാർട്ടി വൈകുന്നേരമാണ്, നീ വരുന്നവരെ ഞാൻ എന്തായാലും കാത്തിരിക്കുന്നു പറയുന്നുണ്ട്. ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഹീറോയിൻ ഇപ്പോ അരയനായിട്ട് മാറിയിട്ട് ആ ഒരു ലേക്ക് കൂടെ അങ്ങനെ നീന്തി തുടിച്ച് നടക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ മന്ത്രവാദി ആ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ഇൻവിറ്റേഷൻ അവിടെ നിലത്ത് കിടക്കുന്നത് കാണുകയാണ്. അയാളിപ്പോ അത് എടുത്തിട്ട് തിരിച്ച് അയാളുടെ ക്യാസിലേക്ക് പോകുന്നുണ്ട്. ജെസിക്കയ്ക്ക് വന്നിട്ടുള്ള ഇൻവിറ്റേഷൻ ആണെന്ന് വിചാരിച്ചിട്ട് രണ്ടുപേരും നല്ല രീതിയിൽ ഹാപ്പി ആവാണ്. എന്നാൽ അവൾ അത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിന്റെ പേരായിരുന്നു അതിലുണ്ടായിരുന്നത്. ഇത് കണ്ടിട്ട് അവൾ നല്ല രീതിയിൽ സാഡ് ആവുന്നുണ്ട്. മന്ത്രവാദി ഇപ്പൊ പറയാണ്, നീ വിഷമിക്കണ്ട, ഈ ഒരു ഇൻവിറ്റേഷൻ വഴിയാണ് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പോകുന്നത്. മന്ത്രവാദി ഇപ്പോ അവളെ പിടിച്ചിട്ട് കണ്ണാടിയുടെ മുന്നിൽ കൊണ്ടു നിർത്തുന്നുണ്ട്. എന്നിട്ട് അവളുടെ രൂപം അങ്ങനെ മാറ്റിയിട്ട് ഇപ്പൊ നമ്മുടെ ഹീറോയിന്റെ അതേ രൂപത്തിലാക്കുകയാണ്. ഇത് കണ്ടതും ജെസിക്ക നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. ഡാഡി എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അവളിപ്പോ ചോദിക്കുന്നുണ്ട്. നീ ഇവളുടെ വേഷത്തില് നാളെ ആ ഒരു പാർട്ടിക്ക് ചെല്ലണം, അവൻ നിന്നെ പ്രപ്പോസ് ചെയ്യും, പിന്നെ നിങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കും. അങ്ങനെ എനിക്ക് ആ ഒരു രാജ്യവും എന്റെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മുടെ ഹീറോയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഹീറോയിനെ പറ്റി ആലോചിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവന്റെ ഫ്രണ്ട്സ് അങ്ങോട്ടേക്ക് വരികയാണ്. എങ്ങനെയോ നീ വിചാരിച്ചിട്ടുള്ള പോലെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ആവാൻ പോവാണ്. ഇത് നമ്മുടെ വിജയാണെന്ന് പറഞ്ഞിട്ട് അവരിപ്പോ ഡാൻസ് ഒക്കെ ചെയ്തിട്ട് അത് ആഘോഷിക്കുന്നുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ ആ ഒരു കുക്കും ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അയാൾക്കും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അറിയാം. ഇതെല്ലാം കണ്ടുകൊണ്ട് റാണി അങ്ങോട്ടേക്ക് വരികയാണ്. അവസാനം ഇവൻ ആരെയും ഇഷ്ടപ്പെടുന്നെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് ഇപ്പൊ
ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അന്ന് വൈകുന്നേരം ഹീറോ ഇപ്പൊ റെഡി ആയിട്ട് ആ ഒരു പാർട്ടിക്ക് പോവാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ ഇപ്പോഴും ആ ഒരു അരയനായിട്ടാണുള്ളത്. അവളിപ്പോ കൊട്ടാരത്തിന്റെ ഭാഗത്തേക്ക് നല്ല സ്പീഡിൽ പറന്നു വരുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ഏകദേശം രാത്രി ആവാനായിട്ടുണ്ട്. പാർട്ടി മെല്ലെ സ്റ്റാർട്ട് ആവാണ്. ഇപ്പൊ അവിടേക്ക് അയൽരാജ്യത്തുണ്ടായിരുന്ന ഒരുപാട് രാജകുമാരികൾ എത്തിയിട്ടുണ്ട്. മെല്ലെ മെല്ലെ അകത്തേക്ക് കയറി വന്നതിന് ശേഷം ഇപ്പോ ആ ഒരു ഭാഗത്തേക്ക് അവരങ്ങനെ നിൽക്കുകയാണ്. ഹീറോ ഇപ്പൊ മെല്ലെ അവർ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് നടക്കുകയാണ്. അതിനുശേഷം ഓരോരുത്തരായിട്ട് നോക്കുന്നുണ്ട്. ഹീറോയിൻ ആ ഒരു കൂട്ടത്തിലില്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇപ്പൊ വേറൊരു ലേഡീനെ ചൂസ് ചെയ്തിട്ട് ഡാൻസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഹീറോയിന് ഡാൻസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പൊ ബാക്കി ഉണ്ടായിരുന്ന ആൾക്കാരും ഡാൻസ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഓരോ രാജകുമാരിമാരെ മാറി മാറിയിട്ട് അവരുടെ കൂടെയൊക്കെ ഡാൻസ് ചെയ്യുന്നുണ്ട്. ഹീറോയിൻ ആ ഒരു ഭാഗത്തെങ്ങാനും വന്നിട്ടുണ്ടോ എന്നുള്ളത് അവൻ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അങ്ങനെ പാർട്ടി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോയിനായിട്ട് മാറിയിട്ടുള്ള നമ്മുടെ ജെസിക ഇപ്പൊ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവളെ കണ്ട സമയത്താണ് അവന്റെ മുഖത്ത് ഇപ്പൊ ഒരു ചിരിയെങ്കിലും വരുന്നത്. ജെസിക ഇപ്പൊ അവന്റെ അടുത്തേക്ക് നടന്നു വന്നതും ഹാപ്പി ആയിട്ട് അവൾക്ക് കൈ കൊടുത്തിട്ട് അവളുടെ കൂടെ അവനിപ്പോ ഡാൻസ് കളിക്കുകയാണ്. ഇപ്പോ മന്ത്രവാദി റാണിയുടെ അടുത്തേക്ക് പോയിട്ട് അതിന്റെ മോളാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് പരിചയപ്പെടുന്നുണ്ട്. ഈ ഒരു സമയത്തേക്കും നമ്മുടെ ഹീറോയിൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവൾ കൊട്ടാരത്തിന്റെ മുന്നിലേക്ക് വന്ന സമയത്ത് 2 ഗാർഡ്സ് അവളെ തടയാണ്. അവരിപ്പോ അവളുടെ അടുത്ത് ഇൻവിറ്റേഷൻ കാർഡൊക്കെ ചോദിക്കുന്നുണ്ട്. എന്റെ കയ്യിൽ ഇൻവിറ്റേഷൻ കാർഡില്ല, പക്ഷെ എന്നെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തത് നമ്മുടെ രാജകുമാരൻ തന്നെയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു പറയാണ്. എന്നാൽ എന്തൊക്കെ പറഞ്ഞിട്ടും ആ ഒരു ഗാർഡ്സ് അവളെ അകത്തേക്ക് വിടുന്നുണ്ടായിരുന്നില്ല. കുറെ പറഞ്ഞു നോക്കിയിട്ടും ഗാർഡ്സ് അവളെ അകത്തേക്ക് കയറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളിപ്പോ അവിടുന്ന് പോവാണ്. എന്നാൽ ഇവൾ അവിടുന്ന് പോയ സമയത്താണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്. ആ മന്ത്രവാദി ഈ ഗാർഡ്സിന് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതേപോലുള്ള ഒരു പെൺകുട്ടി ഇങ്ങോട്ടേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവളെ അകത്തേക്ക് വിടരുതെന്ന് മന്ത്രവാദി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹീറോയിൻ അവിടുന്ന് പോയ ഉടനെ തന്നെ അവർ ആ ഒരു പൈസ ഇപ്പൊ പങ്കുവെക്കുകയാണ്. അവൾ നേരെ പോയത് കിച്ചന്റെ ആ ഒരു ഭാഗത്തേക്കായിരുന്നു. അവിടുത്തെ വിൻഡോ ഗ്ലാസ് തുറന്നിട്ട് അവളിപ്പോ ഉള്ളിലേക്ക് ചാടുകയാണ്. ശബ്ദം കേട്ടിട്ട് കുക്ക് ഇപ്പൊ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഇപ്പൊ കുക്കിന്റെ അടുത്ത് കാര്യങ്ങളെല്ലാം അവൾ വിശദീകരിക്കുകയാണ്. കുക്കിന് ഈ ഒരു കഥയൊക്കെ നേരത്തെ തന്നെ അറിയുന്നതുകൊണ്ട് തന്നെ അവൾക്ക് ഉള്ളിലേക്ക് പോകാനായിട്ടുള്ള ആ ഒരു വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഹീറോയിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവനിപ്പോ ജെസിക്കേന്റെ കൂടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജെസിക്ക ഇപ്പൊ അവനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇനി നീ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? എന്നെ വേഗം പ്രപ്പോസ് ചെയ്തോടെ? ഇത് കിട്ടിയപ്പോ ഹീറോ അവിടെ ഇരുന്നിട്ട് അവളെ പ്രപ്പോസ് ചെയ്യാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ ഹീറോയിൻ അങ്ങോട്ടേക്ക് വന്നത്. ഇപ്പൊ രണ്ടുപേരും കൂടി കണ്ടിട്ട് അവന് നല്ല രീതിയിൽ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാഴ്ച കണ്ട സമയത്ത് തന്നെ അവിടുന്ന് ഇറങ്ങി ഓടുകയാണ്. അവളങ്ങനെ പോയത് കണ്ടു കഴിഞ്ഞപ്പോ അവളാണ് ഒറിജിനൽ എന്നുള്ളത് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോ അവളുടെ പുറകെ തന്നെ അവനിപ്പോ അവളെ വിളിച്ചോണ്ട് ഓടുന്നുണ്ട്. ഇപ്പൊ ഗാർഡ്സിന്റെ മുന്നിൽ കൂടെ അവളങ്ങനെ ഓടുകയാണ്. ഇവളെങ്ങനെയാണ് അകത്തേക്ക് കയറിപ്പോയെന്ന് ആലോചിച്ചിട്ട് അവർക്ക് നല്ല രീതിയിൽ അത്ഭുതമുണ്ട്. പുറകെ തന്നെ നമ്മുടെ ഹീറോ ഓടി വരികയാണ്. ഹീറോ ഇപ്പൊ നേരെ ഓടിപ്പോയിട്ട് അവളെ പിടിച്ചു നിർത്തുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരെയും കാണാനായിട്ട് ഒരേപോലെ തന്നെയാണുള്ളത്. പിന്നെ അവളെ അടുത്ത് പ്രപ്പോസ് ചെയ്യാൻ കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ അറിയാതെ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഞാനാകെ കൺഫ്യൂസ്ഡ് ആയി പോയി. നീ എന്തായാലും എന്നോട് ക്ഷമിക്കും, ഭാഗത്തേക്ക് വന്നൊക്കെ പറഞ്ഞിട്ട് അവളെ വിളിക്കുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ ഇപ്പോ ഒരുപാട് വിഷമത്തോടെ അവനോട് പറയാണ്, നിനക്ക് എന്നോടുള്ളത് ട്രൂ ലവ് ആയിരുന്നെങ്കിൽ അത് ഞാനല്ല എന്നുള്ളത് നിനക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമായിരുന്നു. ഇപ്പൊ എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്ക് നല്ല രീതിയിൽ സങ്കടാവുന്നുണ്ട്. ഇനിയിപ്പോ അടുത്തായിട്ട് എന്താ ചെയ്യാന്ന് ആലോചിച്ചിട്ട് അവന് പുള്ളിലേക്ക് വരുന്നുണ്ട്. അവന്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഞാൻ ഇതുപോലെ കാട്ടിലേക്ക് പോവാണ്, എങ്ങനെയെങ്കിലും അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം, അതുവരെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ട് അവരെ അവിടെ നിർത്തിയിട്ട് അവൻ അവിടുന്ന് പോകുന്നുണ്ട്. റാണി എപ്പോഴൊക്കെ ഇവനെ തെരഞ്ഞു വന്നിട്ടുണ്ടോ ആ ഒരു സമയത്തൊക്കെ ഇവൻ ഉറങ്ങുക എന്നുള്ള രീതിയിൽ ഫ്രണ്ട്സ് റാണീനെ പറഞ്ഞു വിടുന്നുണ്ട്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ കുതിര എടുത്തിട്ട് അവിടുന്ന് പോകാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കുക്ക് അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് അയാൾ കുറച്ച് ഭക്ഷണമൊക്കെ പൊതിഞ്ഞിട്ട് അവന്റെ കയ്യിൽ നിർബന്ധിച്ച് കൊടുത്തു വിടുന്നുണ്ട്. ഇപ്പോ ഹീറോയ്ക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് കുക്ക് തിരിച്ചു വരികയാണ്. ചെന്ന് നോക്കുന്ന സമയത്ത് കിച്ചണിൽ റാണി നിൽക്കുന്നുണ്ടായിരുന്നു. ഇവരെ കണ്ടിട്ട് അയാൾ നല്ല രീതിയിൽ പേടിക്കുകയാണ്. എന്നാൽ ഹീറോ അവിടുന്ന് പോയ കാര്യം നമ്മുടെ റാണി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവരിപ്പോ കുക്കിനോട് പറയാണ് അവൻ നല്ല രീതിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എണീറ്റ ഉടനെ തന്നെ അവന് കഴിക്കാനായിട്ട് നല്ലൊരു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കണം, അത് അവന് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോകുന്നുണ്ട്. കുക്കിപ്പോ ആ ഒരു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഇവർ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ മന്ത്രവാദി അവിടുന്ന് ഒളിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. കുക്ക് അവിടുന്ന് എന്തോ എടുക്കാൻ മാറിയ സമയത്ത് അയാൾ ഉള്ളിലേക്ക് വരികയാണ്. നീ എന്റെ മകളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ തന്നെ ആയിരിക്കും അവളെ കല്യാണം കഴിക്കാനായിട്ട് പോകുന്നത്. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് അവളോട് പ്രണയം തോന്നും എന്നൊക്കെ പറഞ്ഞിട്ട് അയാളിപ്പോ ആ ഒരു മരുന്ന് അതിലേക്ക് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഇളക്കുകയാണ്. ഇവിടെ നമ്മുടെ ഹീറോ കുതിരപ്പുറത്ത് ആ ഒരു കാടിനെ ലക്ഷ്യമാക്കിയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം അവൻ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സമയത്തേക്ക് നേരം വെളുത്തിട്ടുണ്ടായിരുന്നു. ഇവനിങ്ങനെ കാടിന്റെ ഉള്ളിലേക്ക് വന്ന കാര്യങ്ങളൊക്കെ മന്ത്രവാദി അയാളുടെ മാജിക് ബോളിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ സിഗ്നൽ കുറച്ച് വീക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു ബോൾ എടുത്തിട്ട് സിഗ്നൽ കിട്ടാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജെസിക്ക് ഇപ്പോൾ നമ്മുടെ ഹീറോയിന്റെ ലുക്കിലാണല്ലോ ഉള്ളത്. അവൾക്ക് ആ ഒരു ലുക്കൊന്നും തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴാണ് എന്റെ ശരിയായിട്ടുള്ള രൂപത്തിലേക്ക് മാറാന്ന് ആലോചിച്ചിട്ട് അവൾ അങ്ങനെ കിളി പോയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് മന്ത്രവാദി ആ ഒരു ബോൾ എടുത്ത് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. ഇപ്പോൾ ദേഷ്യം വന്നിട്ടുള്ള ജെസിക ഇത് ഒരിക്കലും നല്ല രീതിയിൽ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് പുറത്തേക്ക് കളയാണ്. നേരം വെളുത്തതും അരയനായിട്ട് മാറിയിട്ടുള്ള നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു തടാകത്തിലൂടെ അങ്ങനെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ ഇപ്പോൾ ആ ഒരു തടാകത്തിന്റെ കരയിൽ അവൾക്ക് വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് കൊട്ടാരത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയുടെ ഡോഗ് കിച്ചണിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ചിക്കൻ സൂപ്പ് നോക്കിയിട്ട് അങ്ങനെ കുരയ്ക്കുകയാണ്. നായ ഇങ്ങനെ കിടന്ന് കുരയ്ക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോ കുക്ക് വിചാരിച്ചു ആ ഒരു സൂപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ കുരയ്ക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അയാൾ ഇപ്പോ സൂപ്പിൽ നിന്നും നല്ലൊരു പീസ് നോക്കിയിട്ട് നായക്ക് എടുത്ത് കൊടുക്കുകയാണ്. അത് കഴിച്ച ഉടനെ തന്നെ ആ ഒരു സ്മെല്ല് വർക്ക് ആവുന്നുണ്ട്. നായ ഇപ്പൊ നേരെ ജെസിക്കുള്ള റൂമിലേക്ക് പോവാണ്. എന്നിട്ട് നേരെ അവളുടെ മടിയിലേക്ക് കയറി ഇരിക്കുന്നുണ്ട്. ഈ ഒരു നായനെ കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ, ഇതിന് എന്നെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പൊ മന്ത്രവാദി പറയാണ് അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല വന്നിട്ടുള്ളത്, ഞാൻ കൊടുത്തിട്ടുള്ള മാജിക് പോഷൻ ഈ ഒരു നായാണ് കഴിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ടാണ് അത് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നമ്മുടെ ജെസിക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം
ദേഷ്യം വരുന്നുണ്ട്. ഞാൻ തന്നെ നേരിട്ട് പോയിട്ട് അത് അവന്റെ വായിൽ ഒഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവളിപ്പോ അതുമായിട്ട് പോകുന്നുണ്ട്. എന്നാൽ ഹീറോയിന്റെ റൂമിലെത്തിയ സമയത്ത് അവന്റെ കൂട്ടുകാരെയാണ് കണ്ടത്. ഇതുമാതിരി എനിക്ക് അവനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അവള് വാശി പിടിക്കുകയാണ്. ഇപ്പൊ ഹീറോയിനെ കാണാനായിട്ട് ഉള്ളിലേക്ക് വിടാൻ പറ്റില്ല എന്ന് അവരും പറയുന്നുണ്ട്. അങ്ങനെ ഇവര് തമ്മിലുണ്ടായിട്ടുള്ള ആ ഒരു വഴക്കില് ഈ ഒരു മാജിക് പോഷൻ നിലത്ത് വീണിട്ട് പൊട്ടിപ്പോവാണ്. ഇപ്പോ രാത്രി ആയിട്ടുണ്ട്. ഹീറോയിൻ അവളുടെ ശരിക്കുള്ള ആ ഒരു ഫോമിലേക്ക് മാറിയിട്ട് ഇപ്പോ കരക്ക് കയറി വരികയാണ്. ഹീറോയിനെ കണ്ട സമയത്ത് തന്നെ അവള് ചീത്ത വിളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നിനക്ക് എന്താ വേണ്ടത്? നീ എന്തിനാ വീണ്ടും എന്റെ പുറകെ തന്നെ വരുന്നത്? ഞാൻ നിന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലേ. നിനക്കിപ്പോ എന്നെ ചീത്ത വിളിക്കണം, അത്രയേ ഉള്ളൂ. എനിക്കാണെങ്കിൽ നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്, വാ നമുക്ക് കഴിച്ചുകൊണ്ട് സംസാരിക്കാന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ വരാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഹീറോ ഇപ്പൊ നേരെ പോയിട്ട് കഴിച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. ഇവൻ ഉറങ്ങിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അവളും മെല്ലെ വന്നിട്ട് കഴിക്കുന്നുണ്ട്. ഹീറോ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവനിപ്പോ ഒറ്റക്കണ്ണ് തുറന്നിട്ട് അതൊക്കെ കാണുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ അവൻ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോ ഒരു ദിവസം മുഴുവനായിട്ട് എന്റെ മകനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് റാണി ഇപ്പോ നമ്മുടെ ഹീറോന്റെ റൂമിലേക്ക് വരുന്നുണ്ട്. ബെഡിന്റെ കർട്ടൻ തുറന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ റാണി നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. എന്റെ മകൻ അവിടെ പോയെന്ന് അവന്റെ ഫ്രണ്ട്സിനോട് ചോദിക്കുകയാണ്. ഇവരാണെന്നുണ്ടെങ്കിൽ അവൻ എവിടേക്കാ പോയതെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വിധത്തിൽ ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ത് എന്റെ മകനെ കാണുന്നില്ലെന്നോ, അവൻ എങ്ങോട്ടേക്കാ പോയെന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടുപേരെയും അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. അവന്മാര് കുതിര എടുത്തിട്ട് നേരെ ഈ ഒരു കാട്ടിലേക്ക് വരുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ തടാകത്തിന്റെ കരയില് ഹീറോയിനെ നോക്കി അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അവന്റെ ഫ്രണ്ട്സ് അങ്ങോട്ടേക്ക് വരികയാണ്. ഇതുമാതിരി നീ എവിടെ ഇല്ലാത്തത് റാണി കണ്ടുപിടിച്ചിട്ടുണ്ട്. നിന്നെ തെരഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വിട്ടിട്ടുള്ളത്. എന്നാൽ നീ എവിടെ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. സോ രാത്രി വരെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നിന്നിട്ട് നിന്നെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോയിക്കോളാം. വാ നമുക്ക് അതുവരെ ഈ ഒരു കാടൊക്കെ ചുറ്റിക്കറങ്ങി കാണാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവനെ കൂട്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഇപ്പൊ വീണ്ടും രാത്രി ആയിട്ടുണ്ട്. ഹീറോയിന്റെ ഫ്രണ്ട്സ് അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഹ്യൂമൻ ഫോമിലേക്ക് മാറിയിട്ടുള്ള ഹീറോയിൻ അവിടേക്ക് വരാണ്. നീ എന്താണ് ഇതുവരെ തിരിച്ചു പോയില്ലേ? നീ ഇവിടെ തന്നെയാണോ ഇനി ജീവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. എനിക്ക് തിരിച്ചു പോകാനായിട്ടുള്ള പ്ലാൻ ഒന്നുമില്ല. അന്ന് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ട്രൂ ലവ് ആണോ ഇനി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് നിന്റെ കൂടെ ഇരിക്കുന്ന സമയത്താണ് ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അന്ന് എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ ശരിക്കും ഒന്ന് നിന്റെ കൂടെ ആയിരുന്നു ഡാൻസ് ചെയ്യേണ്ടത്. ഇപ്പൊ നീ എന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ വരുന്നുണ്ടോ എന്നൊക്കെ അവനിപ്പോ ചോദിക്കുകയാണ്. ഇപ്പൊ ഹീറോയിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവർ കുറച്ചു നേരം ഡാൻസ് കളിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അവർ മുഖത്തോട് മുഖം നോക്കി അങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇവരുടെ ഉള്ളിൽ എന്തോ ഒരു സ്പാർക്ക് ഒക്കെ ഉണ്ടാവുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഇപ്പൊ ഒരു സ്ഥലത്ത് പോയിരിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഹീറോയിന്റെ ഷോൾഡറിൽ ഒരു പാട് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അത് എന്താണെന്ന് അവനിപ്പോ വീണ്ടും ചോദിക്കുന്നുണ്ട്. അതെനിക്ക് ഈ ഒരു ശാപം കിട്ടിയ അന്ന് മുതൽ എന്റെ കൂടെ ഉള്ളതാണ്. എന്റെ അമ്മയുടെ ഓർമ്മയായിട്ട് അത് മാത്രമേ ഇപ്പൊ ബാക്കിയുള്ളൂ. ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് തൊട്ട് നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയത്ത് അവന്റെ ഫ്രണ്ട്സ് കൊട്ടാരത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. രാജ്ഞിയോട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ അവനെ തെരഞ്ഞു നോക്കിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അവനെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇനി നാളെ രാവിലെ വീണ്ടും പോയി അവനെ അന്വേഷിക്കാന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ രാജ്ഞി പറയാണ്, ഞാൻ ചിലപ്പോൾ നിന്റെ ഫ്രണ്ടിന്റെ അമ്മയായിരിക്കും. പക്ഷെ നിങ്ങൾക്കും ഞാനൊരു അമ്മയെ പോലെയാണ്. ചെറുപ്പം മുതലേ നിങ്ങളെ ഞാൻ കാണാനായിട്ട് തുടങ്ങിയല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നുണ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് കൃത്യമായിട്ടത് മനസ്സിലാവും. അതുകൊണ്ട് ഉള്ള കാര്യങ്ങളെല്ലാം ഉള്ള പോലെ പറയാണ്. ഇപ്പൊ വേറൊരു രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ നടന്ന കാര്യങ്ങളെല്ലാം ഇപ്പൊ രാജ്ഞിയോട് അമറി വിളിച്ചു പറയാണ്. ഇത് കേട്ടതും രാജ്ഞി നേരെ ആ ഒരു മന്ത്രവാദിയൊക്കെ തങ്ങുന്ന റൂമിലേക്ക് ചെല്ലുകയാണ്. എന്റെ മകൻ നിങ്ങളുടെ മകളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. എന്നാൽ അവന്റെ മനസ്സിൽ വേറൊരു പെൺകുട്ടിയാണുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം ഇവിടുന്ന് പോയിക്കോളാൻ പറയാണ്. ഇത് കേട്ടതും മന്ത്രവാദിക്ക് നല്ല രീതിയിൽ ദേഷ്യം വരികയാണ്. നിങ്ങൾ എന്നോട് വാക്ക് പറഞ്ഞതാണ്, അതുകൊണ്ട് തന്നെ ഇനി അതിൽ നിന്നും മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് ദേഷ്യപ്പെടണം ഒച്ച ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് വേറെ എവിടെയെങ്കിലും പോയിട്ടായിരിക്കോ. ഞാനിപ്പോ എന്റെ മകനെ തെരഞ്ഞു പോവാന്ന് പറഞ്ഞിട്ട് രാജ്ഞി ഇപ്പൊ അവിടുന്ന് പോകുന്നുണ്ട്. മന്ത്രവാദിക്കാണെന്നുണ്ടെങ്കിൽ ദേഷ്യം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും തനിക്കുണ്ടായിട്ടുള്ള ഈ ഒരു അപമാനത്തിന് പ്രതികാരം ചെയ്തേ പറ്റൂന്നാണ് മന്ത്രവാദി ഇപ്പൊ പറയുന്നത്. അവനിപ്പോ മാജിക് സ്റ്റിക്ക് എടുത്തിട്ട് നിലത്തൊന്ന് തട്ടുകയാണ്. ആ ഒരു സെക്കൻഡിൽ തന്നെ അവരവിടുന്ന് ടെലിപ്പോർട്ടായിട്ട് അവരുടെ സ്വന്തം കോട്ടയിലേക്ക് എത്തുന്നുണ്ട്. ജെസ്സിക്ക നോക്കുന്ന സമയത്ത് അവളിപ്പോ അവളുടെ സ്വന്തം രൂപത്തിലേക്ക് വന്നേക്കാണ്. ഇത് കണ്ടിട്ട് അവൾക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഹാവു, അവസാനമായിട്ട് ഞാൻ എന്റെ രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്ക് സമാധാനം എന്ന് പറയാണ്. ഇപ്പൊ മന്ത്രവാദി പറയാണ്, നിനക്കും അവന് കല്യാണം നടക്കുന്നത് വരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. നിങ്ങൾ എന്തിനാണ് ഈ ഒരു കല്യാണം നടത്തണമെന്ന് വാശി പിടിക്കുന്നത്? നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടി മാത്രമല്ലേ. ഞങ്ങളുടെ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കിങ്ഡം അത് നിങ്ങൾക്ക് ഭരിക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോ എന്ത് തന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവൻ നേരിട്ട് വന്നിട്ട് എന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ആ ഒരു കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ജെസ്സിക്ക് അവിടുന്ന് പോകുന്നുണ്ട്. ഇപ്പോ നേരം വെളുക്കാറായിട്ടുണ്ട്. എനിക്ക് ഇനിയും ഒരുപാട് നാള് നിന്റെ കൂടെ ഇങ്ങനെ ജീവിക്കണമെന്നുണ്ട്. എനിക്കും അത് തന്നെയാണ് ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് ഹീറോ ഇപ്പോ നമ്മുടെ ഹീറോയിനെ പ്രപ്പോസ് ചെയ്തിട്ട് അവളെ ഒന്ന് കിസ് ചെയ്യാണ്. ഇപ്പൊ സൂര്യൻ ഉദിക്കുന്നുണ്ട്. ആ ഒരു വെളിച്ചമൊക്കെ ഇവളുടെ മേത്ത് തട്ടുന്നുണ്ട്. എന്നാൽ അവൾക്കൊരു മാറ്റവും സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. ശരിക്കും ഈ ഒരു സമയത്ത് അവള് അരയന്നമായിട്ട് മാറേണ്ടതാണ്. എന്നാൽ സൂര്യപ്രകാശം അവളുടെ മേത്ത് വീണ്ടും അവളിപ്പോ മാറിയിട്ടില്ല. ട്രൂ ലവ് കാരണം ഇവളുടെ ഈ ഒരു ശാപം മാറിയിട്ടെന്ന് ആലോചിച്ചിട്ട് രണ്ടുപേർക്കും സന്തോഷമാണ്. ഇതേ സമയത്ത് തന്നെ രാജ്ഞിയും അവന്റെ ഫ്രണ്ട്സും കൂടിയിട്ട് അവനെ തെരഞ്ഞിട്ട് ആ ഒരു കാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഹീറോ ഇപ്പോ ഹീറോയിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ മന്ത്രവാദി അങ്ങോട്ടേക്ക് വരികയാണ്. ഹീറോയിൻ ഇപ്പോ അയാളുടെ അടുത്ത് പറയുന്നുണ്ട്, ഡാഡി നിങ്ങളല്ലേ പറഞ്ഞത് ട്രൂ ലവ് ഇല്ല എന്നുള്ളത്. ഇവന് എന്നോട് ട്രൂ ആയിട്ടുള്ള ലവ് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ മാറിയിട്ടുള്ളത്. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ആലോചിച്ചിട്ട് മന്ത്രവാദിക്ക് ഒരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ദേഷ്യം വന്നിട്ടുള്ള അയാള് അവളുടെ മേത്തേക്ക് ഒരു സ്പെൽ അയക്കുകയാണ്. ഇപ്പൊ ഒരു ഗോൾഡൻ ലൈറ്റ് അവിടെ ഫോം ആവുന്നുണ്ട്. ഹീറോയിന് ഇപ്പൊ രൂപം മാറിയിട്ട് 5 അരയനങ്ങളായിട്ട് മാറുന്നുണ്ട്. മന്ത്രവാദി ഇപ്പൊ നമ്മുടെ ഹീറോയിനോട് പറയാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ട്രൂ ലവ് ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് അരയനാണെന്നുള്ളത് കൃത്യമായിട്ട് കണ്ടുപിടിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അവൾ പെർമനന്റ് ആയിട്ട് അരയനായിട്ട് തന്നെ ജീവിക്കേണ്ടി വരും. ഹീറോ ഇപ്പൊ എല്ലാ അരയനങ്ങളെയും മാറി മാറി നോക്കുന്നുണ്ട്. അതിൽ ഒരെണ്ണത്തിന് കണ്ടു കഴിഞ്ഞപ്പോ അവന് ഭയങ്കര ഡിഫറന്റ് ആയിട്ട് ഫീൽ ചെയ്യാണ്. ഇത് തന്നെയാണ് അവളെന്ന് അവനിപ്പോ പറയാണ്. ഈ ഒരു കാര്യം കണ്ടു കഴിഞ്ഞപ്പോ മന്ത്രവാദിക്ക് വീണ്ടും അത്ഭുതമാണ്. ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ചൂസ് ചെയ്തത് കറക്റ്റ് ആയിട്ടുള്ള അരയണത്തിനായിരുന്നു. ഇപ്പൊ ബാക്കിയുള്ള അരയനങ്ങളെല്ലാം മാറിപ്പോവാണ്. അതിനുശേഷം
അതിനുശേഷം ഹീറോയിൻ അവളുടെ ശരിക്കുള്ള ഫോമിലേക്ക് വരുന്നുണ്ട്. അവൾ ഓടി വന്നിട്ട് നമ്മുടെ ഹീറോയിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഈ ഒരു സമയപ്പത്തേക്കും മന്ത്രവാദി അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും തന്നെ സന്തോഷമാവുന്നുണ്ട്. ഈ ഒരു സീനും കാണിച്ചിട്ട് സിനിമയോട് വെച്ചിട്ട് കഴിയുന്നുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് നോക്കാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.